നിലവിൽ സംസ്ഥാനത്ത് ഈ എംപോക്സിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്നാണ് ആരോഗ്യമന്ത്രി അടക്കം പറയുന്നത്. പക്ഷേ ഈ രോഗത്തിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമുക്കൊന്ന് പെട്ടെന്ന് നോക്കാം. എംപോക്സിന്റെ ലക്ഷണങ്ങളിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് ഒരാൾക്ക് എംപോക്സ് ബാധിക്കുമ്പോൾ അവിടെ കാണുന്ന ലക്ഷണങ്ങൾ എന്നുള്ളതിലേക്ക് വന്നാൽ പാദങ്ങളിലും കൈകളിലും ചിലപ്പോൾ ദേഹത്താകെയും ചുവന്ന തടിപ്പുകൾ ഉണ്ടാകുന്നതാണ് എംപോക്സിന്റെ നമുക്ക് നേരിട്ട് കാണാൻ കഴിയുന്ന ലക്ഷണം. മറ്റു ലക്ഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ തടിപ്പൊക്കെ വരുന്നതിനൊപ്പം തന്നെ ശക്തമായ പനി, എല്ലാ പനിയും എംപോക്സ് ആണെന്ന് വിചാരിക്കരുത്. ശക്തമായ പനിയും കടുത്ത ക്ഷീണവും ഇതോടൊപ്പം വരാനുള്ള ഒരു സാധ്യതയുണ്ട്. അതോടൊപ്പം തന്നെ ഈ പനി വരുമ്പോൾ സാധാരണ നമുക്ക് ദേഹത്തൊക്കെ വേദനയുണ്ടാകും. ഇത് പേശികൾക്കാണ് വേദന ഉണ്ടാവുക. എംപോക്സ് വരുന്ന ആളുകൾക്കുള്ള ലക്ഷണമായി കാണുന്നത് പേശികൾക്കും ഒപ്പം നടുവിനുമൊക്കെയുള്ള അസഹനീയമായ വേദനയാണ്. അതുപോലെ തന്നെ കൈയും കാലുമൊക്കെ തണുത്ത് വരുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടാകാറുണ്ട്. കൈകാലുകൾക്കൊക്കെ ഒരു തണുപ്പ് അനുഭവപ്പെടും. എന്നാൽ ഈ പനികൾക്കുള്ള ലക്ഷണങ്ങളും എംപോക്സിനുള്ള ലക്ഷണങ്ങളും തമ്മിൽ ചില സാമ്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് എല്ലാം എംപോക്സ് ആണെന്ന് തെറ്റിദ്ധരിക്കരുത്. പനിക്ക് കൃത്യമായ ചികിത്സ തേടുക. പരിശോധനയിലൂടെ മാത്രമാണ് അത് എംപോക്സ് ആണോ അതോ മറ്റേതെങ്കിലും പനിയാണോ എന്നൊക്കെ സ്ഥിരീകരിക്കേണ്ടത്.